ഇസ്രായേലിന് നേർക്ക് ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഭീകരർ അഴിച്ചുവിട്ട കൊടും ക്രൂരതയുടെ വിവിധ ദൃശ്യങ്ങൾ സമാഹരിച്ച് 43 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ തയ്യാറാക്കി ഇസ്രായേൽ പ്രതിരോധ സേന. ഭീകരരുടെ ശരീരത്തിൽ നിന്നും ലഭിച്ച ബോഡി ക്യാമറകൾ, സെക്യൂരിറ്റി ക്യാമറകൾ, ഹമാസ് തീവ്രവാദികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഫോൺ കോളുകൾ മുതലായവയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. പൊതുസമൂഹം ഇതുവരെ കാണാത്ത പല നടുക്കുന്ന ദൃശ്യങ്ങളും പ്രസ്തുത വീഡിയോയിലുണ്ട്. 43 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വീഡിയോ ഇസ്രായേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. മാധ്യമപ്രവർത്തകർ, നയതന്ത്ര ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവർക്കായി അടച്ചിട്ട മുറിയിലാണ് ഇസ്രായേൽ ഇതുവരെ ആ വീഡിയോ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ബുധനാഴ്ച ഇസ്രായേൽ പാർലമെന്റ് അംഗങ്ങളുടെ മുമ്പിൽ പ്രസ്തുത ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചപ്പോൾ വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് പ്രദർശനവേദി സാക്ഷ്യം വഹിച്ചത്. ഇസ്രായേൽ പാർലമെന്റ് സ്പീക്കർ അമീർ ഒഹാനയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഹമാസ് ഭീകരർ ചെയ്ത ക്രൂരതയുടെ നടുക്കുന്ന ദൃശ്യങ്ങൾ ഇസ്രായേൽ പാർലമെന്റ് അംഗങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ ഇസ്രായേൽ പ്രതിരോധ സേന തയ്യാറായത്. 50ഓളം ഇസ്രായേലി പാർലമെന്റ് അംഗങ്ങൾ പ്രദർശനത്തിന് സാക്ഷികളായി. ഹമാസ് ഭീകരർ തങ്ങളുടെ പൗരന്മാർക്ക് നേരെ അഴിച്ചുവിട്ട ക്രൂരതയുടെ നേർക്കാഴ്ചകൾ കണ്ട ഇസ്രായേലി പാർലമെന്റ് അംഗങ്ങളിൽ പലരും ദുഃഖമടക്കാനാകാതെ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ നൊമ്പരമായി മാറുകയാണ്. പ്രസ്തുത വീഡിയോ മുഴുവൻ കാണാൻ സാധിച്ച പാർലമെന്റ് അംഗങ്ങളിൽ പലരും വികാരനിർഭരമായ പ്രതികരണങ്ങളാണ് പിന്നീട് മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. വീഡിയോ ദൃശ്യങ്ങൾ മുഴുനീളം കാണാൻ കരുത്തില്ലാതെ പ്രദർശനവേദി വിട്ട് പുറത്തേക്കോടുന്ന പാർലമെന്റ് അംഗങ്ങളുടെ ദൃശ്യങ്ങളും പലരും സാമൂഹ്യമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്.